ഖുർആൻ ഓതണം, ഖുർആനിന്റെ ഓത്ത് കേൾക്കണം. അസ്മിഉഹും കലാം അല്ലാഹ്, അള്ളാഹുവിന്റെ കലാം കേൾപ്പിക്കണം. നമ്മൾ ഓതുന്ന ഖുർആൻ നമ്മുടെ ശരീരം കേൾക്കത്തക്ക ശബ്ദത്തിൽ ഓതുമ്പോൾ അതിന് ഫലം കൂടുതലാണ്. നമ്മുടെ നഫ്സ് കേൾക്കുന്ന, നിസ്കാരത്തിലൊക്കെ അങ്ങനെ ഉറക്കം ഓതണ്ട, നമ്മൾ ആംഗ്യം കാണിക്കല്ല, ഒരു ചെറിയൊരു ശ്വാസത്തിന്റെ ശബ്ദം കിട്ടിയാൽ മതി എന്നല്ലാതെ എല്ലാവരും ബിസ്മില്ലാഹിർ റഹ്മാനിർ പള്ളി മുഴുവൻ ഓതാൻ നിന്നാൽ എല്ലാവർക്കും വിശ്വാസാവൂലേ? ആരെ ഫാത്തിഹ ശരിയാവുക? അങ്ങനെ വേണ്ട. ഒറ്റയ്ക്ക് ഷിഫാഇന് വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ തഖറുബൻ ഇലല്ലാഹ്, നമ്മൾ ഇബാദത്തായിട്ട് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്, ഇച്ചിരി ശബ്ദത്തിൽ ഓതുക എന്നല്ല അങ്ങനെ വായിച്ചു പോകരുത്. ഖുർആന്റെ ശബ്ദം നമ്മുടെ ബോഡി കേൾക്കണം. ശരീരത്തിന്റെ കോശങ്ങൾക്ക് മുഴുവൻ അതിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യാനുള്ള പവർ ഉണ്ട് എന്നാണ് നമ്മൾ മുമ്പ് ഒരു ക്ലാസ്സിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കല്ല. അൽ ഇലാജു ബിൽ അസ്വാത്ത്, ശബ്ദം കൊണ്ടുള്ള ചികിത്സ ഇന്ന് ലോകത്തെ വലിയൊരു ചികിത്സയാണ്. അങ്ങനെയാണെങ്കിൽ ശബ്ദങ്ങളിൽ ഏറ്റവും മനോഹരമായ ശബ്ദം, ഏറ്റവും പവിത്രമായത്, ഏറ്റവും ശ്രേഷ്ഠമായത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കലാമുല്ലാഹി സുബ്ഹാനഹു, അള്ളാഹുവിന്റെ കലാമാണ്.